പാലക്കാട് ഡി സി സിക്കെതിരെ വീണ്ടും പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു. ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ പുതിയ പോസ്റ്റർ വന്നിരിക്കുന്നത്. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് ചേരുന്നു. നിഖിൽ, പോസ്റ്റർ കലാപരിപാടി തുടരുകയാണോ പാലക്കാട്? തീർച്ചയായിട്ടും എസ്കെൻ, സംസ്ഥാനത്തെ UDF-ന് ഇന്നും വിജയമുണ്ടായപ്പോഴും അതിന് ചെറിയൊരു വിഷമം ഉണ്ടായത് തൃശ്ശൂരിലും അടക്കം തന്നെ ആലത്തൂരിലുമാണ്. ആലത്തൂരിൽ ഒരുപക്ഷെ കെ രാധാകൃഷ്ണൻ വിജയിച്ചില്ലായിരുന്നെങ്കിൽ കേരളത്തിൽ ഒരൊറ്റ സീറ്റ് പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സീറ്റ് വിട്ടു നൽകിയതിലാണ് ഇപ്പോൾ UDF-ന്റെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റിനെതിരെ വ്യാപക വിമർശനം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന പശ്ചാത്തലം ഉണ്ടാവുന്നത്. ഇന്നിപ്പോൾ DCC ഓഫീസിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള പോസ്റ്ററിൽ പറയുന്നത് DCC പ്രസിഡന്റ് എ തങ്കപ്പൻ രാജിവെക്കണം, CPM-കാരോട് പണം വാങ്ങി ആലത്തൂർ സീറ്റ് അദ്ദേഹം ഒറ്റിക്കൊടുത്തു എന്നാണ് പറയുന്നത്. സീറ്റ് ഒറ്റിക്കൊടുത്ത തങ്കപ്പൻ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും ഈ പോസ്റ്ററിൽ പറയുന്നുണ്ട്. DCC-യിലെ ജീവനക്കാരെത്തി ഈ പോസ്റ്റർ അല്പസമയം മുൻപ് അവിടെ നിന്ന് നീക്കിയിട്ടുണ്ട്. പക്ഷേ അത് പ്രവർത്തകരുടെ ഉള്ളിൽ നിന്നുള്ള പ്രതിഷേധമാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ പാലക്കാട്ടിൽ നിന്നുള്ള ഒരാളെയാണ് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതെങ്കിൽ അത് എ തങ്കപ്പനെ പരിഗണിക്കണം എന്നുള്ളൊരു ആവശ്യം ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു. ആ ആവശ്യം സജീവമായി നിൽക്കുകയാണ് ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രതിഷേധം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് മാത്രമല്ല, ഈ ആലത്തൂരിലെ തെരഞ്ഞെടുപ്പ് ചുമതല DCC പ്രസിഡന്റായിട്ടുള്ള എ തങ്കപ്പനായിരുന്നു. അദ്ദേഹത്തിന് ചുമതല നൽകിയ മണ്ഡലത്തിൽ മാത്രം തോൽക്കുകയും ചെയ്തതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. പക്ഷെ അദ്ദേഹം തന്നെ ആദ്യഘട്ടത്തിൽ വ്യക്തമാക്കിയിരുന്നത് നേതൃത്വത്തിന്റെ പിഴവല്ല, സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുണ്ടായ പിഴവാണ് തോൽവിക്ക് കാരണമെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്ന് നിഖിൽ പ്രമേഷാണ്.